ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ചക്ക വരട്ടിയാലോ? ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് എത്ര ചക്ക വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അധികം ഇളക്കി ഇളക്കി കൈയൊന്നും വേദനിക്കില്ല കേട്ടോ. അതുപോലെ വളരെ കുറച്ച് നെയ്യ് മതി. അതിന് വേണ്ടിയിട്ട് വേണ്ടത് 2 കപ്പ് ചക്ക അരച്ചെടുത്താണ്. ഞാനിവിടെ കൂടെ ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടെ ചക്കയാണ് ഒന്നുകൂടി ചക്ക വരട്ടാൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കടായി എടുക്കുക. നോൺ സ്റ്റിക്കിനെ ആണെങ്കിൽ അത്ര നല്ലതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക മുഴുവനായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും തന്നെ നമ്മൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ അല്ലാത്തൊരു പാത്രം ഇപ്പോൾ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഉരുളിയൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വരും. ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രമാകുമ്പോൾ എപ്പോഴും നമ്മൾ കൈവിടാതെ ഇളക്കിയില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നും ഇത് കരിഞ്ഞ് പിടിക്കുകയോ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് കരിഞ്ഞ് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന് കളർ ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണും. നല്ലൊരു ഡാർക്ക് കളറിന് ഒരു ചെറിയൊരു ലൈറ്റ് കളർ, ഇതൊന്ന് വെന്തിട്ട് ഒരു ചെറിയ ലൈറ്റ് കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം ശർക്കര പാനി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ നല്ല മധുരമുള്ള ചക്കയായിരുന്നു. കൂട്ടത്തിൽ ഞാൻ ഇനിയിപ്പോൾ ഇത് ചക്കയാണ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനാണ്. അന്നേരം ശർക്കര പാനി കൂടുതൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തവണ ചേർക്കുമ്പോൾ ഇതിലേക്ക് ആകെ ഒരു 1.5 കപ്പ് കുറുകിയ ശർക്കര പാനി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വരെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരും മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ എനിക്കധികം മധുരം ഞാനിത് ഒത്തിരി നാളത്തേക്ക് വെക്കുന്നില്ല കേട്ടോ. ഇത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ചക്കയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത ദിവസം തന്നെ ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ആ ഒരു രീതിക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം അന്നേരം കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിന് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നമ്മൾ ഈ ഉരുളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. ഇതിപ്പോൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കളർ. ഞാനൊരു 2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചുക്കോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിത് 2 ചേർക്കുന്നില്ല. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകപ്പൊടി ചേർത്താലും മതിയാവും. ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് വേണം എന്നുള്ളപ്പോൾ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. 4 അല്ലെങ്കിൽ 5 ടീസ്പൂൺ നെയ്യുടെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. നന്നായിട്ട് നമുക്ക് വരണ്ട് കിട്ടും. ഞങ്ങളുടെ നല്ല കളറെല്ലാം മാറി ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്ര ആക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഇത് നല്ല കറുത്ത് നല്ല ജൂയി ആയിട്ടിരിക്കുന്നവരെ വരട്ടിയെടുക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്കിത് ഇത്രയൊക്കെ പാകമാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ആകെ എടുത്തിരിക്കുന്ന ഒരു 20 മാക്സിമം 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത്രയും ചക്കവരട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം എനിക്ക് പാനി നിന്നൊക്കെ വിട്ട് എനിക്കിതിങ്ങനെ മുറിച്ച് മാറ്റാം. ആ പാകത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഒത്തിരി അങ്ങ് ബ്ലാക്ക് കളറിലാക്കുന്നില്ല. കാരണം ഇത് ഒത്തിരി നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഒത്തിരി നാളത്തേക്ക് വെക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ കൂടുതൽ, ഒരു അരമണിക്കൂർ ഇങ്ങനെ വരട്ടി എടുക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും. അത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഇതും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി.